ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മോര് കാച്ചിയതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടോ മോര് കാച്ചിയത്. ഞങ്ങളെ വീട്ടിൽ പെരുന്നാളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പെരുന്നാളിന് മോര് കാച്ചിയതും ഇഞ്ചും പുളിയും ബീഫ് വരട്ടിയതൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്, നിങ്ങൾക്കും ഇഷ്ടമായിരിക്കും. ഇത് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഇതാ മിക്സിയുടെ ജാറിലേക്ക് 1.5 മുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും കേട്ടോ മോര് കാച്ചിയതൊക്കെ തയ്യാറാക്കി എടുക്കുന്നുണ്ടാവുക. ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാറുള്ളത്. 1.5 മുറി തേങ്ങയിലേക്ക് 2 കഷ്ണം ചെറിയ 2 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പോരാ എന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം കേട്ടോ. ഇനി ഇതാ മോരാണ് ചേർത്ത് കൊടുക്കുന്നത്. നാടൻ മോരാണ് കേട്ടോ. ഇവിടെ തോട്ടത്തിൽ മോരും പാലും ഒക്കെ കിട്ടുന്നുണ്ട്. നെക്കല്ല് ചെന്ന് കഴിഞ്ഞാൽ അതിന് നാടൻ മോര്, നല്ല പുളിയുള്ള മോരാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ മോരിങ്ങനെ മോരും വെള്ളമൊക്കെ ഉണ്ടാക്കില്ലേ, അതിനൊക്കെ പറ്റുന്ന നല്ല മോരാണ് കേട്ടോ. നല്ല കട്ടിയുള്ള മോരാണ്. അപ്പോൾ അത് അതിലേക്ക് തേങ്ങക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ മോര്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കറിക്ക് നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു കുറുന്നനായിട്ട് കിട്ടും അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ. ഇനി ഇത് നമുക്ക് കടുക് താളിക്കാം. അതിനായിട്ട് ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതാ സ്റ്റൗവിലേക്ക് വെച്ചു. സ്റ്റൗവ് കത്തിയതിന് ശേഷം ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് താളിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് ഞാൻ തുടച്ചെടുക്കുകയാണ് ടിഷ്യൂ വെച്ചിട്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 പിഞ്ച് ഉലുവ കേട്ടോ. അതും പൊട്ടിയതിന് ശേഷം ഒരു 4 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തു. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ അരക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നല്ല പുളിയുള്ള മോരാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി ഒന്ന് പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മോര് കറി തയ്യാറായിട്ടുണ്ട്. ഇതാ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് പോരാന്ന് തോന്നിയപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു മോര് കറിയാണ്. തുടക്കക്കാർക്കൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കറിയാണ്. ബാച്ചിലേഴ്സായിട്ടൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ഈ ഒരു കറി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. കണ്ടില്ലേ, കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു കറിക്ക് നല്ലൊരു തിക്നെസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അരിപ്പൊടി ചേർത്തത് കൊണ്ടാണ് ഇത്രയും കട്ടിയിലുള്ള മോര് കറി നമുക്ക് തയ്യാറായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ട എന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കണമെന്നില്ല കേട്ടോ. അരിപ്പൊടി ഒഴിവാക്കാം, അല്ലെങ്കിൽ അരിപ്പൊടിയുടെ ക്വാണ്ടിറ്റി കുറക്കാം. 1 ടേബിൾ സ്പൂൺ എന്നുള്ളത് 1 ടേബിൾ സ്പൂൺ എന്നുള്ളത് 1/2 ടേബിൾ സ്പൂണൊക്കെ ആക്കിയിട്ടും ചെയ്യാം. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ടുള്ള മോര് കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം.